ഹായ് ഗായ്സ് അസ്സലാമു അലൈക്കും. ഇന്നൊരു പുഡിംഗ് ആണ് കേട്ടോ ചെയ്യുന്നത്. ക്രീമി കാരമൽ ബ്രെഡ് പുഡിംഗ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ്. നമുക്ക് വളരെ പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ചൈന ഗ്രാസ് ഒന്നും മെൽറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് റെസിപ്പി തന്നത് എൻ്റെ സിസ്റ്ററാണ്. ഒരു തട്ടിക്കൂട്ട് പുഡിംഗ് ആണ് എന്നാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ക്രീമി കാരമൽ ബ്രെഡ് പുഡിംഗ് എന്ന് ഞാനിട്ട പേരാണ് കേട്ടോ. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി കാണും. അതുകൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പുഡിംഗ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ബ്രെഡിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. നമുക്ക് പുഡിംഗ് ട്രേയിൽ സെറ്റ് ചെയ്യുമ്പോൾ കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. ബ്രെഡ് എടുക്കുന്നതിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. പുഡിംഗ് ട്രേയിൽ ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ ബ്രെഡാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ട്രേയിൽ കംപ്ലീറ്റ് നിരത്തി വെക്കാൻ ആവശ്യമായിട്ടുള്ള ബ്രെഡാണ് വേണ്ടത്. ബ്രെഡ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബ്രെഡ് ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി പാലും കണ്ടൻസ്ഡ് മിൽക്കും മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം അത് നമുക്ക് റെഡിയാക്കി എടുക്കാം. 2 ടേബിൾ സ്പൂൺ പാലിലേക്ക് 1 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ചെറിയ ട്രേയിലാണ് സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് കുറച്ച് ബ്രെഡല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ പാലിൽ ചെയ്യുന്നത്. നിങ്ങൾ വലിയ ട്രേയിലാണ് ചെയ്യുന്നതെങ്കിൽ ഒരു 1/4 കപ്പ് പാലെടുത്തിട്ട് ചെയ്യണം കേട്ടോ. 1/4 കപ്പ് പാലിൽ 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇതിലേക്ക് സ്ട്രോബെറി മിൽക്ക് മിക്സ് കൂടെ ചേർക്കുന്നുണ്ട്. ചെറിയൊരു പിങ്ക് കളർ ഇട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഓരോരോ ലെയറായിട്ട് മാറ്റാൻ വേണ്ടി പറ്റുമല്ലോ. സെക്കൻഡ് ലെയറായിട്ട് ഞാൻ ചെയ്യുന്നത് കാരമലാണ്. അപ്പോൾ ഒരു യെല്ലോ കളറാണ് വരുന്നത്. അതിൻ്റെ മേലെയാണ് ക്രീം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ബ്രെഡിന് കുറച്ച് കളർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ട്രോബെറി മിക്സ് ഒഴിക്കുന്നത്. ഇതിപ്പോൾ ഇവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം. ബ്രെഡിൻ്റെ മേലെ ഒഴിക്കുമ്പോൾ ഒരുപാട് ഒഴിക്കൊന്നും വേണ്ട. ബ്രെഡ് ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് കേക്ക് ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഷുഗർ സിറപ്പ് ഒഴിക്കാറില്ലേ, അതേപോലെയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒത്തിരി ഒഴിച്ചു കൊടുക്കൊന്നും വേണ്ട. ഇങ്ങനെ പിങ്ക് കളറിലുള്ള മിക്സ് ഒഴിക്കുമ്പോൾ നമ്മുടെ ബ്രെഡിന് നല്ലൊരു പിങ്ക് കളറായിരിക്കും കിട്ടുക. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പിസ്തയുടെ മിക്സ് ഒഴിക്കുക, അല്ലെങ്കിൽ ബദാം മിക്സ് ഒഴിക്കുക, ഏത് വേണമെങ്കിലും ഒഴിക്കുക. അപ്പോൾ ബ്രെഡിന് ആ ഒരു കളർ കിട്ടും. ഇതിനി ഫ്രിഡ്ജിലേക്ക് മാറ്റാം. 1/2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോഴേ നന്നായിട്ട് തണുത്ത് സെറ്റ് ആകുള്ളൂ. ബ്രെഡ് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുത്ത് സെറ്റ് ആകുന്ന സമയം കൊണ്ട് നമുക്ക് കാരമൽ മിക്സ് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇതുപോലുള്ള ഒരു കാരമൽ മിക്സാണ് എടുത്തിട്ടുള്ളത്. ഇത് 50 ഗ്രാമിൻ്റെ ഒരു കാരമൽ മിക്സാണ്. ഈ ഒരു പാക്കറ്റിലേക്ക് 1/2 ലിറ്റർ പാലാണ് ചേർക്കേണ്ടത്. നിങ്ങൾ വാങ്ങിക്കണ കാരമൽ മിക്സിന്റെ പാക്കറ്റിൽ എഴുതിയിട്ടുണ്ടാകും നിങ്ങൾ എത്ര ലിറ്റർ പാലാണ് യൂസ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1/2 ലിറ്റർ പാല് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പാല് തിളക്കുന്ന സമയത്ത് നമുക്ക് കാരമൽ മിക്സ് ഇട്ട് കൊടുക്കേ വേണ്ടൂ. ഇതിലാവുമ്പം എക്സ്ട്രാ പഞ്ചസാരയോ കണ്ടൻസ്ഡ് മിൽക്കോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പൗഡർ മാത്രമേ ചേർക്കേണ്ടതുള്ളൂ. പാല് ചെറുതായിട്ട് തിളച്ച് തുടങ്ങുമ്പോൾ ലോ ഫ്ലെയിം ആക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ കാരമൽ മിക്സ് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അതിട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്യണം. 1 മിനിറ്റ് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ കാരമൽ മിക്സ് ചൂടാറിയതിന് ശേഷമാണ് ബ്രെഡിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ചൂടോടുകൂടി ഒഴിക്കുകയാണെങ്കിൽ ബ്രെഡ് പെട്ടെന്ന് തന്നെ കുതിർന്നു പോകും. അതുകൊണ്ട് കുറച്ച് ചൂടാറിയതിന് ശേഷം നമുക്ക് ബ്രെഡിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കാം. നേരത്തെ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ച ബ്രെഡ് ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഒഴിച്ച മിൽക്ക് മിക്സ് ഒക്കെ ബ്രെഡ് നന്നായി വലിച്ചെടുത്തിട്ട് ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണുള്ളത്. ഇനി ഇതിൻ്റെ മേലെ കാരമൽ മിക്സ് ഒഴിച്ചു കൊടുക്കാം. കാരമൽ മിക്സ് ചൂടാറിയിട്ടാണല്ലോ നമ്മൾ ബ്രെഡിൻ്റെ മേലേക്ക് ഒഴിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ആവണം. അപ്പോഴേക്കും ഇത് നന്നായിട്ട് ഉറച്ചിട്ടുണ്ടാവും. കാരമൽ മിക്സ് സെറ്റ് ആവാൻ വേണ്ടി ഒരുപാട് സമയമൊന്നും വേണ്ട. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഇത് പെട്ടെന്ന് സെറ്റ് ആവുന്നതാണ്. ആ സമയത്തിനുള്ളിൽ നമുക്ക് 3rd ലെയർ റെഡിയാക്കി എടുക്കാം. 3rd ലെയർ എന്ന് പറയുന്നത് ക്രീമാണ് വരുന്നത്. അപ്പോൾ ക്രീം റെഡിയാക്കുമ്പോഴേക്ക് ഈ 2nd ലെയർ സെറ്റ് ആയിട്ടുണ്ടാവും.
ക്രീം റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് മാക്ടോപ്പിൻ്റെ ക്രീമാണ്. ഇതിൽ അത്യാവശ്യം മധുരമുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 100 മില്ലി ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർക്കുന്നുണ്ട്. മാക്ടോപ്പിൻ്റെ ക്രീം ആയതുകൊണ്ട് മധുരമുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ മാത്രം കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ എടുക്കണ വിപ്പിംഗ് ക്രീം മധുരം ഇല്ലാത്തതാണെങ്കിൽ ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കേണ്ടി വരും. ഇല്ലെങ്കിൽ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാണ് വേണ്ടത്. ആദ്യം ലോ സ്പീഡിൽ ബീറ്റ് ചെയ്യുക, അതിനുശേഷം സ്പീഡ് കൂട്ടി വരാണ് വേണ്ടത്. എന്നാലും നമ്മൾ കേക്കിനൊക്കെ ബീറ്റ് ചെയ്യണ പോലെ ഒത്തിരി അങ്ങ് സ്റ്റിഫ് ആവൊന്നും വേണ്ട. ചെറിയൊരു ക്രീമി സ്ട്രക്ചർ ആയാൽ മാത്രം മതി. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ക്രീം ഉണ്ടാവേണ്ടത്. ഒത്തിരി അങ്ങ് കട്ടിയാവേണ്ട ആവശ്യമൊന്നുമില്ല. ഒത്തിരി ലൂസാകാനും പാടില്ല. ചെറുതായിട്ട് ഒരു കട്ടി തന്നെ വേണം, എങ്കിൽ മാത്രമേ ആ ഒരു ലെയറായിട്ട് നിൽക്കുള്ളൂ. ഇനി 3rd ലെയർ സെറ്റ് ചെയ്യുക. നിങ്ങൾ നേരത്തെ ക്രീം റെഡിയാക്കി വെച്ചിട്ടും നിങ്ങളെ കാരമലിൻ്റെ ലെയർ സെറ്റ് ആയിട്ടില്ലെങ്കിൽ ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. നമ്മൾ ക്രീം ലൂസായി പോകുന്നില്ല. കാരമലിൻ്റെ ലെയർ സെറ്റ് ആയതിനു ശേഷം പുറത്തെടുത്താൽ മതി. കാരമൽ ലെയർ സെറ്റ് ആവാൻ ഒത്തിരി സമയമൊന്നും എടുക്കലില്ല. നമ്മൾ പുറത്ത് വെച്ചാൽ തന്നെ അത് നന്നായിട്ട് സെറ്റായി കിട്ടും. എൻ്റെ 2nd ലെയർ ഇവിടെ നന്നായിട്ട് ഉറച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് ക്രീം ഒഴിച്ചു കൊടുക്കുക. ക്രീം ആക്കി കൊടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ മേൽഭാഗം കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് പിസ്ത പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു അരിപ്പയിൽ കൂടി അരിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നല്ല ഭംഗി തന്നെ നിൽക്കും. ഇത് നിർബന്ധമൊന്നുമില്ല, ഞാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. നമ്മളെ പുഡിങ് കാണാൻ നല്ല കളർഫുൾ ആയിരിക്കും. താഴത്തെ ലെയർ നല്ല പിങ്ക് ആണ് വരുന്നത്, അതിൻ്റെ മേലെ യെല്ലോ വരുന്നുണ്ട്, പിന്നെ വൈറ്റ് ക്രീമാണ് വരുന്നത്, പിന്നെ ഈ പിസ്തയുടെ പച്ചയും കൂടി വരും. അപ്പോൾ നല്ലൊരു ഭംഗിയുള്ള ഒരു പുഡിങ് ആവും. അതിനു വേണ്ടി മാത്രം ഞാൻ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ ചോക്ലേറ്റ് സിറപ്പ് കൊണ്ട് നല്ല ഡിസൈനൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ പുഡിങ്ങിൻ്റെ എല്ലാ ലെയറും റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. മിനിമം 1 മണിക്കൂറെങ്കിലും നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യണം. നന്നായി തണുത്താൽ മാത്രമേ പുഡിങ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. 1 മണിക്കൂറിന് ശേഷമാണ് ഞാൻ പുഡിങ് കട്ട് ചെയ്തത്. നമ്മളെ പുഡിങ് നല്ല ലെയർ ആയിട്ട് തന്നെയുണ്ട്. നല്ല ടേസ്റ്റുള്ള പുഡിങ് ആണ്. നമുക്ക് നല്ല തിരക്കുള്ള സമയത്തൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു അടിപൊളി പുഡിങ് ആണ്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക്